നിങ്ങളുടെ നീതിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനലിന് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ നെടുങ്ങോലത്ത് നിന്ന് റജിയാണ്. റജി വരൂ. റജിയെ പറ്റി ചെറുതായിട്ട് റജിയുടെ വീടും പരിസരവും മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയാം. ഒന്ന് പ്രൊഫൈൽ. നിസ്സഹായതയുടെ ആൾരൂപം. തന്റെ വിവാഹം കൊണ്ട് അവൾ നേടിയത് 2 കുട്ടികളെ മാത്രം. സ്വന്തം പുരുഷന്റെ മേൽവിലാസം മറ്റൊരു സ്ത്രീയിൽ നിന്നും അറിയേണ്ടി വന്ന ദുരവസ്ഥ നിലനിൽക്കുമ്പോഴും അവൾ ആഗ്രഹിക്കുന്നു അവനുമൊത്ത് ജീവിക്കാൻ. മോഹങ്ങൾ ബാക്കിയാക്കി ജീവിതം ഒഴുകിപ്പോകുമ്പോൾ കിട്ടുമോ ഒരു പിടിവള്ളി കൂടി? നാം ആ ദുരവസ്ഥയുടെ കഥ കേൾക്കുമ്പോഴും ആ ജീവിതത്തിനൊപ്പം സഞ്ചരിക്കുമ്പോഴും തിരിച്ചറിയാതെ പോകുന്ന കുടുംബ ബന്ധങ്ങളിലെ പാളിച്ചകൾ വിവാഹേതര ബന്ധങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുകൂടി കാട്ടിത്തരുന്നു റജിയുടെ ജീവിതം. അനാഥരായിക്കൊണ്ടിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് സനാഥത്വം നൽകാനും ജീവിതം തിരിച്ചുപിടിക്കാനും ശ്രമിക്കുന്ന റജിയുടെ ജീവിതകഥ ബാക്കിയാക്കിയ ഏടുകളിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം. കല്യാണം കഴിഞ്ഞ് 18 വർഷമായി. 17 വയസ്സുള്ളൊരു മോനും ഉണ്ട്. 9 വയസ്സുള്ള മോളും ഉണ്ട്. ഇപ്പൊ ഒരു 4 വർഷം കൊണ്ട് എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയായിട്ട് അടുപ്പോ. ആദ്യമൊന്നും എനിക്ക് സംശയമില്ലായിരുന്നു. ഞാനെന്ന് വെച്ചാൽ ഭർത്താവിന് ഞാനെന്നും പറഞ്ഞ് ജീവിച്ചതാ ഞങ്ങള്. ഇദ്ദേഹം മണ്ണിന്റെ പണിക്ക് പോയാണ് ഈ ബന്ധത്തിലായത്. ഈ സ്ത്രീ അയിരൂലുള്ളതാ. അയിരൂലെന്ന് പറഞ്ഞാൽ വർക്കല അയിരു. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് മുക്കം, ഇടയാടി മുക്കം കോളനി, പരവൂർ ഏരിയ, കൊല്ലം ജില്ല. ശശി എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഈ സ്ത്രീക്ക് എന്നെ അറിയാം, എൻ്റെ മക്കളെ അറിയാം, എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അറിയാം. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ സ്ത്രീ അറിഞ്ഞൂടെ. എനിക്കറിയാവുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാനവിടെ പാർട്ടി പ്രവർത്തനം പൊതുപ്രവർത്തനമായിട്ട് നടന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ CDS ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഒരു മിസ് കോൾ വരും. അപ്പോഴത്തേക്ക് ഇദ്ദേഹം അങ്ങോട്ടൊരു മിസ് കോൾ കൊടുക്കും. ഇദ്ദേഹം ഇറങ്ങി അങ്ങ് പോയാൽ രാത്രി 10 മണിയൊക്കെ ആകുമ്പം വരും. ഞാൻ ചോദിക്കും ചേട്ടാ എന്താ ഇത്രയും താമസിച്ചാൽ 10 മണി വരെയൊക്കെ? ഒന്നും നമ്മളെ വീട്ടിൽ പുതിയ വീടാണ് വെച്ചത്, കറണ്ടില്ല. ഞാൻ ഇത്രയും നേരം കാത്തിരുന്ന അത് ശരിയാവൂല ഏട്ടാ. ഒരു കേസും വഴക്കും ഒക്കെ വന്നതാ, കുറേയൊക്കെ സൂക്ഷിക്കണം എന്ന് പറയും. അപ്പോഴത്തേക്ക് ഇദ്ദേഹം കേസ് RSSലെ പിള്ളേരും ഇവർ വഴി വക്കലിരുന്ന് കുടിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവർ കൂട്ടുകാർ കൂടി നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്ന റോഡിൽ നിന്ന് അകത്തോട്ട് കയറി വരാൻ വണ്ടി കയറി വരുന്ന വഴിയുണ്ട്. അവിടെ ഇരുന്ന് ഇവർ മദ്യപിക്കുമായിരുന്നു, ഭർത്താവും കൂട്ടുകാരും. എന്നാലും വലുതായിട്ടില്ല, ഇത്ര ഉള്ളൊരു കുപ്പി എടുത്തു വെച്ച ഒരു 3-4 പേര് കാണും അതിന്. അപ്പൊ നമ്മളെ വീട്ടിലിരുന്നല്ലേ കഴിക്കുന്നുള്ള വെളിയിൽ പോകത്തില്ലല്ലേ എന്ന് കരുതി നമ്മളൊന്നും പറയത്തില്ല. ഇതിനെപ്പറ്റി അവിടെ സംസാരവും വഴക്കുമായി. പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു 10-17 വയസ്സിനകത്തേ ഉള്ളു. അങ്ങനെ വഴക്കായി. ഇവരെ കൂടെ ഇരുന്ന് മദ്യവെച്ച ഒരു ദളിത് യുവാവിനെ അടിച്ച്. അപ്പോഴത്തേക്ക് കണ്ടോണ്ടിരുന്നത് വേറെ ഉള്ളവരെന്ന് അവിടെ അടിയായി അവസാനം ഒരു കൊച്ച് തറയിൽ വീണം കണ്ടേ ചുണ്ട് പൊട്ടിയത്. അവരത് വെട്ട് കേസാക്കി കോടതി കൊടുത്തു. അപ്പൊ ഇദ്ദേഹം അടി കാണാൻ ലൈവിൽ കാണാനോടി. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ കൂടെ പ്രതിയാക്കി. അടുത്ത് നിന്നെന്നും പറഞ്ഞ പരാതി കൊടുത്ത. ഇവരെ കൂട്ടാളികളെല്ലാം അടിക്കുന്ന. അപ്പൊ ഇയാളെ കൂടെ അങ്ങ് ചേർത്തവര്. ചുമ്മാ ചേർത്താണോ? അടിക്കൊന്നും ഇല്ലായിരുന്നു, അടി കാണാനേ ഉള്ളായിരുന്നു. അടി കാണുന്നവനാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിന്റെ നമ്പർ എനിക്കറിയാതെ ഞാൻ മറന്നുപോയി മേഡം. സ്റ്റേഷനിലെ കേസ്, പോലീസ് കേസേ ഉള്ളൂ, അല്ല കോടതിയിലായി. അപ്പോഴത്തേക്ക് ഇവര് ജാമ്യം കിട്ടാൻ വകുപ്പിലൊക്കെ കൊടുത്ത്. അപ്പൊ എന്റെ ഭർത്താവ് എന്തെങ്കിലും തെറ്റ് കാണിച്ചാലും എന്റെ വീട്ടുകാർ ഇടപെട്ടാൽ ഞാൻ ഭർത്താവിന്റെ സൈഡ് നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. എന്നിട്ട് ഈ ബന്ധം തുടങ്ങി, അടിയും പിടിയും ബഹളമായി. ഒരു ദിവസം രാത്രി വന്ന് എന്നെ ശരിക്കും ഉപദ്രവിച്ച്. എൻ്റെ മോനും ഒക്കെ കയറി പിടിച്ച് ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങി ഓടി.
അത് എവിടെ വെച്ച്? നിങ്ങളുടെ സ്ഥലത്ത് വീട്ടിൽ വെച്ച്. നിങ്ങളുടെ വീട്ടിൽ വെച്ച് അവിടെ വെച്ച ഇതെല്ലാം നടക്കുന്നു. ഇറങ്ങി ഓടി. അപ്പൊ അമ്മ നിലയം വിളിച്ചോണ്ട് രക്തം ഒഴുകുന്നു. അമ്മ കരഞ്ഞുകൊണ്ട് വന്ന്. അപ്പൊ എൻ്റെ അമ്മ അടിക്കാൻ ഓടിച്ചു. അങ്ങനെ അച്ഛൻ കയറി പിടിച്ചു. നീ എന്തോടെ കാണിക്കുന്നേന്നും പറഞ്ഞ്. എന്തായാലും അച്ഛൻ പിടിച്ചപ്പോഴത്തേക്ക് അങ്ങ് നിന്ന്. പ്രശ്നം അങ്ങനെ അങ്ങ് തീർന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാക്കി അങ്ങ് ഏതെങ്കിലും വീട്ടിന് വെളിയിലാവും. മാറ്റാന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ കല്യാണം കഴിക്കാൻ ബസ്സിൽ കിളിയായിട്ട് ഓടിക്കൊണ്ടിരുന്ന ആളാ. മീനാടാണ് ബസ് സ്റ്റേ ചെയ്യുന്നത്. അവിടെ വണ്ടി കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് നടന്നു വരും ഞങ്ങളെ വീട്ടിൽ. ഞങ്ങൾ സെപ്പറേറ്റാ താമസിക്കുന്ന. എന്റെ സ്വർണം വിറ്റ് എന്റെ പിന്നെ എന്നെ കല്യാണം കഴിച്ചോണ്ടിരുന്നതിന്റെ അന്ന് രാത്രി അതിന്റെ ഒരു ലോക്കറ്റ് ഊരി ഒരു പണയം വെച്ച്. അപ്പൊ ഞാൻ പിന്നെ മാമന്മാരൊക്കെ അവര് മെത്തയും കണ്ട മേടിച്ച പൈസ കൊടുത്ത് തീർന്നില്ല എന്നും പറഞ്ഞു മേടിച്ച് പണയം വെച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോ എല്ലാരും ചോദിച്ചപ്പോ ഞാൻ മിണ്ടിയില്ല. അപ്പോഴത്തേക്ക് ഇവരെ മൂത്ത ചേട്ടത്തി നമുക്കുള്ള ഒരു ചേച്ചിയാ, ഗിരിജ എന്നാണ് പേര്. ചേട്ടത്തി ഇടപാലുള്ളതാ. ഇടപാല് എൻ്റെ ഒരു അമ്മയുടെ മൂത്തമ്മയുടെ മോളിരുന്ന് തയ്ക്കുന്നുണ്ട്. അവരെടുത്ത് പറഞ്ഞ് സ്വർണ്ണം എല്ലാം മേടിച്ചുകൊണ്ട് പോയി സൂക്ഷിച്ചോളാൻ പറ, അവിടെ ഓരോന്നെടുത്ത് വിറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ വന്ന് സ്വർണം മേടിച്ചോണ്ട് വന്ന് അവരൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. എനിക്ക് 5 സെന്റ് പുരയിടവും ഒരു വീടും വാങ്ങിത്തന്നു എന്റെ അച്ഛനും അമ്മ. ആ സ്വർണം വിറ്റ പൈസക്ക് ഈ സ്വർണം വിറ്റ പൈസ മൊത്തം സ്വർണം വിറ്റ്. അപ്പോഴത്തേക്ക് 3 മാസമേ അയാളെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോഴത്തെ നമ്മള് തന്നെ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. നമ്മളെ വീടിന്റെ ഫ്രണ്ടിലാ. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇയാൾ വണ്ടി പോക്ക് നിർത്തി. പിന്നെ മണ്ണ് വരാൻ പോകാൻ തുടങ്ങി. അപ്പം വള്ളം മേടിക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഈ അല്ല, കള്ളക്കടത്തായിരുന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം വള്ളം വാങ്ങണമെന്ന് പറഞ്ഞ് ബഹളമായി. വള്ളത്തിന് വേണ്ടി വസ്തു നമ്മളെ പൂതക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ വെച്ച് ഞങ്ങൾ 2 പേർക്കാ വസ്തു ഇരിക്കുന്നത്. എന്നെയും കൊണ്ടുപോയി അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇദ്ദേഹമാണ് 25,000 രൂപ എടുത്തത്. എന്നിട്ട് വള്ളം വാങ്ങാൻ പറ്റിയില്ല. കൊണ്ടുവന്ന് വീട് വൃത്തിയാക്കി കറണ്ടും ഒക്കെ എടുത്ത്. അതിനുശേഷം ഇത് പൈസ അടച്ചില്ല. ജപ്തി നോട്ടീസ് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി അമ്മയുടെ അടുത്ത് പറഞ്ഞ്, അമ്മ എൻ്റെ പെരേടം ജപ്തി ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് വിറ്റ് കടം തീർക്കണം. അങ്ങനെ അമ്മ എവിടെന്നാ പോയി കൂടിയ പലിശയ്ക്ക് എനിക്ക് 8,000 രൂപ എടുത്തുകൊണ്ട് തന്ന് കൊണ്ടടച്ച് പലിശ തീർത്തിട്ട് പുതുക്കി വെക്കാൻ പറഞ്ഞു. അങ്ങനെ പലിശ തീർത്ത് പുതുക്കി വെച്ചിട്ടും ഇദ്ദേഹം അടച്ചില്ല. അടുത്ത നോട്ടീസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി വസ്തു കയ്യിൽ നിന്ന് പോകുമെന്ന്. അങ്ങനെ ഞാൻ വസ്തു 80,000 രൂപയ്ക്ക് ചണ്ണപ്പൊട്ടലൊരാളിനാണ് വിറ്റത്. ഞങ്ങൾ 2 കൂടി ചേർന്നാ വിറ്റത്. വസ്തു ബാങ്കിൽ നിന്ന് ഇന്ന് എടുക്കുന്നെങ്കിൽ നാളെ വസ്തു അയാൾക്ക് എഴുതി കൊടുക്കാം. അങ്ങനെ ചെയ്തതാ. അല്ല എൻ്റെ ഇവര് പറയുന്നത് എൻ്റെ വീട്ടുകാർ കൊണ്ടുപോയി, എൻ്റെ വീട്ടുകാർ തിന്നിട്ടില്ല. സത്യമായത്. അതിൽ ബാലൻസ് വസ്തു ഇപ്പോഴും ഞങ്ങളെ പേർക്കാടെ വസ്തു വഴിക്ക് കിടപ്പുണ്ട്. നമ്മളെ വീട്ടിലോട്ട് കയറി പോണേന് 1 സെന്റ് 1.5 സെന്റോളം ഉള്ളത് 1/2 സെന്റ് പൊതുവഴിക്ക് ഞാൻ വിട്ടുകൊടുത്തു. 1 സെന്റ് ഞങ്ങൾക്കുമായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ 1/2 സെന്റ് അച്ഛൻ പൈസ തന്നതാണ്. അരയ്ക്കാൽ അച്ഛൻ പൈസ മേടിച്ചതാണെങ്കിലും ഇപ്പോഴും ഞങ്ങൾ 2 പേർക്കാണ് കിടക്കുന്നത്. സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. അപ്പോഴ് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നെ വേണ്ട എന്ന് പലതവണ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇങ്ങനെ 2 വള്ളത്തിൽ ചവിട്ടി നിൽക്കേണ്ട, എനിക്കത് സഹിക്കത്തില്ല. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ തീരുമാനം എടുക്കണം. ആ സ്ത്രീക്ക് ഭർത്താവ് ഉള്ളവളാണ്. അങ്ങനെ ഇവളെ പോയി പിടിച്ച് ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇവളെ അച്ഛൻ ഇവളെ അമ്മ കല്യാണം കഴിച്ചല്ലേ ഇവളെ പ്രസവിച്ചത്. ആ അച്ഛൻ വേറെ കല്യാണം കഴിച്ച് കോഴിക്കോട്ടം കണ്ടേ താമസിക്കുന്ന. ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി. ഇവളെ ഭർത്താവ് എന്തോ ഇങ്ങനെ വിട്ടാക്കുവാന്നോ എന്നും പറഞ്ഞ് ഇദ്ദേഹം വാരിക്കെട്ടി എല്ലാം പാക്ക് ചെയ്ത്. ഇത് ഞാൻ ഭർത്താവുണ്ട്, ശശി എന്നാണ് ഭർത്താവിന്റെ പേര്. വഴക്കുണ്ടാക്കി. എനിക്ക് ഇവിടെ പേരൊന്നും അറിഞ്ഞൂടാ മേഡം, കണ്ട് പരിചയമേ ഉള്ളു. അപ്പം പറഞ്ഞു ചേച്ചി, അപ്പൊ അവിടെ നിന്ന് കൊച്ചുവാൻ ചേച്ചി ചിറ്റപ്പൻ ഇവിടെ ഇല്ല, ചിറ്റപ്പന്റെ അടുത്ത് പരാതി പറയാൻ വന്നതാണെങ്കിൽ ചിറ്റപ്പൻ ഇവിടെ ഇല്ല, കുഞ്ഞമ്മ ഇവിടെ അണ്ടി ഓഫീസിൽ പോയിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് അണ്ടി ഓഫീസിൽ? അപ്പൊ ഇടയാടി അത് വേറെ സ്ഥലം പറഞ്ഞു. അണ്ടി ഓഫീസ് എനിക്കറിയാവുന്ന ഞാൻ അവിടെ പോയപ്പോ അവിടെ ഇല്ല ആള്. അങ്ങനെ ഞാൻ എന്റെ ഭർത്താവ് ജോലിക്ക് വന്നിട്ടുണ്ടോ എന്ന് തിരക്കി. ഇതിന്റെ ഇടയ്ക്ക് എന്റെ ഭർത്താവ് ആരിക്കെട്ടി ഞാൻ പിടിക്കുമെന്നുണ്ടപ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലായി. അപ്പൊ അവരെ അമ്മയുടെ വീട്ടില് ഞങ്ങൾ ഇവിടെ. ഞങ്ങൾ തോണിപ്പാറയല്ല താമസിച്ചിരുന്നത്. ഈ വസ്തു വിറ്റേണ്ട ബാലൻസ് പൈസ എടുത്ത് ഞാൻ താലിയും മാലയും മേടിച്ചിട്ട് ഇദ്ദേഹം ഇച്ചിരിച്ചെടുത്ത് ചെലവാക്കുന്നുണ്ടോണ്ട് തീർക്കുമെന്ന്. അങ്ങനെ വീട് വെക്കാൻ വേണ്ടി ഒരു 500 കല്ല്, ഒരു കതവും കട്ടളയും
2 ജനൽ ഇതെല്ലാം മേടിച്ച് വെച്ച് വീട്ടിൽ ഒരു മുറി വെക്കാന്നും പറഞ്ഞു. അപ്പൊ വീട്ടിൽ ഇച്ചിരി പ്രശ്നമായപ്പോൾ ഇയാൾ ഇതെല്ലാം എടുത്തും കൊണ്ട് അവരെ വീട്ടിൽ പോയി. അപ്പൊ ഭർത്താവിന്റെ അച്ഛന്റെ പേർക്കെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വീട് വെച്ച് ഞങ്ങള് വീട് വെച്ച് താമസിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്റെ മൂത്ത ആങ്ങളയുടെ പെണ്ണിന് 2ാമത്തെ പ്രസവമായി. അപ്പോഴത്തേക്ക് അവൾ അമ്മ സുഖം ഇല്ലാത്തതാണ്. അപ്പൊ നമ്മള് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇനി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഓഹരി പ്രശ്നമായി. പിന്നെ ഓഹരി കിട്ടിയപ്പം പഞ്ചായത്തിൽ നിന്ന് വീടായി. പിന്നെ ഞങ്ങൾ ഇവിടെ അങ്ങ് സ്റ്റേ ആയി. അത് വെറുതെ അവിടെ ഇട്ടിരുന്നു. ഇപ്പൊ 2 വീടുണ്ട് നിങ്ങൾക്ക് താമസിക്കുന്ന തോണിപ്പാറയിലെ വീടും മറ്റേ അദ്ദേഹത്തിന്റെ വീട്. 2 മുറി നെടുങ്കോലം. നെടുങ്കോലത്ത് 2 മുറി ആയിക്കോട്ടെ, മുറിയല്ലല്ലോ, ഒരു വീടായി. നമുക്കൊരു കൂരയുണ്ടല്ലോ താമസിക്കാൻ. അപ്പൊ ഇപ്പോഴ് ഇവര് ഞാൻ ഈ പ്രശ്നമൊക്കെ ആയി ഇവര് വാരിക്കെട്ടി അങ്ങ് പോയി. ഇവള് കോഴിക്കോട്ടും പോയി. അപ്പൊ അവള് കോഴിക്കോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കുറച്ചേ വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നാൽ പറ്റത്തില്ല, ഇത് ശരിയാവൂല, എനിക്ക് ബന്ധം ഒഴിഞ്ഞു തരണം, ഇത് ശരിയാവില്ല. അപ്പൊ ഞാൻ അറിഞ്ഞില്ല ഇവള് പോയെന്ന്. ഞാൻ തിരക്കപ്പെടുത്തി ഇവള് നാട്ടിലില്ല, ഇവള് പോയെന്ന് പറഞ്ഞു. അപ്പൊ സുമതി എന്ന് പറയുന്ന ഒരു പെണ്ണുപിള്ളേരെ കയ്യിൽ നിന്ന് ഇവളെ നമ്പർ മേടിച്ചു കോഴിക്കോട്ട്. എന്നിട്ട് ഇദ്ദേഹം വിളി തുടങ്ങി. അപ്പൊ ഇദ്ദേഹം അങ്ങ് മൊബൈലോടെ വെച്ചിട്ട് പോയപ്പോൾ ആ നമ്പർ ഞാനെടുത്ത് ഇവളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇവള് പറഞ്ഞ് ഒരിക്കലും റെജി ഞാനിങ്ങി നാട്ടിലേക്കില്ല, ഞാൻ ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അണ്ണനുമായിട്ട് അടുപ്പത്തിലായി, ഞങ്ങളെ കല്യാണം ഉടനെ ഉണ്ടെന്ന് പറഞ്ഞു. അവളെ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചവൻ പറഞ്ഞു ഒരിക്കലും ഇല്ല കുട്ടി, നിന്റെ ഭർത്താവിനെ ഒരിക്കലും നിനക്ക് നഷ്ടപ്പെടുത്തൂല, നിന്റെ മക്കളെ അച്ഛന് ഞാൻ ഒരിക്കലും എൻ്റെ മോക്ക് വിവാഹം കഴിച്ച് കൊടുക്കത്തൂല, അവളെ ഞാൻ വേറെ വിവാഹം കഴിക്കുകയുള്ളൂ. ഇവരെ വാക്ക് ഞാൻ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞു നീ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്, അവർ വന്ന് അവൻ ഇങ്ങനെ സ്ഥിരമാവും. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയുടെ വാക്കനുസരിച്ച് അപ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹം വീട്ടിൽ വരാതെയായി. അപ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ അവരെ വീട്ടിലുണ്ട്. പക്ഷെ ഞങ്ങളവിടെ നിൽക്കുന്നതും അവരെ വീട്ടിൽ കയറ്റത്തുമില്ല, ഞങ്ങൾ നിൽക്കുന്നതും ഇഷ്ടമല്ല. അവരെ വീട്ടുകാരും അങ്ങ് തടച്ച് വഴക്കായി. എന്നിട്ട് ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും കാല് പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ തങ്ങി അന്ന്. എന്നിട്ട് ഇദ്ദേഹം അടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇവള് നാട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ച്. അപ്പോൾ ഓരോരുത്തർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇന്നടുത്ത് വെച്ച് കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വെറുതെ കുടുംബം കലക്കാൻ പറയുന്നതാ, അവളെ അച്ഛൻ പറഞ്ഞല്ല അവൾ ഇപ്പോഴും കോഴിക്കോട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ അത്രത്തോളം വിശ്വസിച്ച്. പക്ഷെ അവരെന്നെ ചതിച്ച്. ഇല്ല, അവരേത് നാട്ടിലും ഉണ്ടായിക്കോട്ടെ, അയാൾ മാനസിക അങ്ങനെ ആ സ്ത്രീയുമായിട്ട് അവരേത് നാട്ടിലായാലും അത് നാട് വിട്ട് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അങ്ങോട്ട് പോയിക്കൂടെ? അല്ല, ഇദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ മാഡം, ഇദ്ദേഹം ഇവിടെ ഉണ്ട്. അവൾ അവിടെ നിൽക്കല്ലേ, സംസാരിക്കാനും ഉള്ള അവസരം ഉണ്ടല്ലോ, ഫോണും കാര്യങ്ങളും. അങ്ങനെ ഇവരെ ഒന്നിച്ച് ആയിരമില്ലായി. അപ്പോഴിവരെ വീട്ടിൽ വിളിക്കുമ്പോൾ ഇവരെ അമ്മ അത് അവൻ ഇവിടെ ദൂരെ എവിടെയോ ജോലിക്ക് പോയിരിക്കുന്നു. അപ്പം കൊച്ചെൻ്റെ നിന്ന് ഫോൺ എടുത്തിട്ട് മോക്ക് എപ്പോഴും അച്ഛനെ കാണണം. വിളിക്കുമ്പോഴത്തേക്ക് വീട്ടിന് മുമ്പ് വരും. പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഇവരെ അമ്മ പറയും ഇവരെ വീട്ടിലില്ല, അമ്മയുടെ വീട്ടിലില്ല, ഇദ്ദേഹം അമ്മയുടെ വീട്ടിലില്ല. മറ്റേ ആ സ്ത്രീയുടെ ഭർത്താവ് ആ സ്ത്രീയുടെ ഭർത്താവ് ഇടയാടിയിലുണ്ട്. ഇടയാടിയിലുണ്ട്. എന്റെ ഭർത്താവ് അവരുടെ അമ്മയുടെ വീട്ടിലില്ല. കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ അവർക്ക്? ഇപ്പോഴും കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ആ സമയത്ത് അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോഴത്തേക്ക് ഞാൻ ചെന്ന്, അപ്പം ഞാൻ പോലീസുമായിട്ട് ചെന്ന് ഒരു പോലീസിൽ പരാതി കൊടുത്ത്. അങ്ങനെ ഞാൻ ഇരുന്നപ്പം രാത്രി ഇദ്ദേഹം അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവിടെ സ്ഥിര താമസമെന്ന് അറിഞ്ഞ് ഞാൻ തിരക്കി ചെന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഇല്ല. രാത്രി എന്തായാലും അന്ന് പകല് തിരക്കി പോകുമ്പോൾ ഞാനും മോനും കൂടെയാണ് പോണത്. എനിക്ക് സപ്പോർട്ട് വരാൻ എൻ്റെ സഹോദരങ്ങൾ അന്ന് 2 പേര് സ്ഥലത്തില്ല, ഒരാൾ ഡൽഹിയിലും ഒരാൾ ഗൾഫിലായിരുന്നു. അപ്പം ഞാനൊരു മോള, ഞാനാ തലമൂത്തത്, 2 പേരും എനിക്ക് ഇളയതാ എൻ്റെ ആങ്ങളമാര്. എൻ്റെ 21 വയസ്സിലാ കല്യാണം. അല്ല, ഈ ഭർത്താവ്, അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? അയാള് പോയി താലി ഊരി മേടിച്ചുകൊണ്ട് പോയി, അല്ലാതെ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞില്ല. ഇതിനകത്ത് ഇതെല്ലാം ഞാൻ പോയി കണ്ടുപിടിച്ച് പോലീസുമായിട്ട് ചെല്ലുമ്പോ നിങ്ങൾ പോകുന്നതിന് മുൻപ് തന്നെ ഇല്ല, അതിനുശേഷമാണ്. അതിനുശേഷം അതുവരെ അയാൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം കെട്ടിയ താലിയിലെ ബലത്തില് ഇവര് 2 പേരും നടത്തുന്നു. അപ്പൊ നിങ്ങൾ പോയതിനു ശേഷമാണ് ഈ മനുഷ്യൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പോലീസുമായിട്ട് ചെന്നു. അപ്പൊ എനിക്ക് കൂട്ടുവരാൻ ആരുമില്ല. അപ്പൊ അതിനപ്പുറത്തെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്ത് 100% ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് 100% ഉറപ്പായി. ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് കൂട്ട് വേണ്ടേ, പോലീസുകാരോട്ടല്ലേ മേഡം പോണം. അപ്പൊ ഈ കൊച്ചിനെ വിളിച്ച്, കൊച്ചെന്ന് പറഞ്ഞാൽ കൊച്ചു തന്നെയാണ്, എൻ്റെ മോൻ്റെ 1-2 വയസ്സിന്റെ മൂപ്പേ ആ കൊച്ചിനുള്ളൂ. പക്ഷെ ഇപ്പം കണ്ടവൻ വലുതാ. അവൻ പറഞ്ഞു ചേച്ചി ഞാൻ വരാം, നമുക്ക് പോവാൻ ചേച്ചി എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ എവിടെ പോകാൻ വിളിച്ചാലും അവൻ്റെ പെങ്ങന്മാരും വരും, ആ കൊച്ചും വരും. അങ്ങനെ അവൻ വന്ന്. അപ്പം ഞങ്ങളും പോലീസും ഈ കൊച്ചും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഇതാണ് ഞങ്ങൾ കണ്ടത്. ആ സ്ത്രീയുടെ ഭർത്താവ് ഇടയാടിയിലുള്ളതല്ലേ മാഡം? അദ്ദേഹത്തിന് വീടുണ്ട്, 10 സെന്റ് ഉണ്ട്. അത് ഇവളെ പേർക്ക് എഴുതി വെച്ചിട്ടാണ് അയാൾ കല്യാണം കഴിച്ചത്. 2ാം കല്യാണമാണ് അയാളെ. അയാൾക്ക് താമസം ഇല്ല. ഇവള് കോഴിക്കോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാളോട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അതിന് മുമ്പേ പിണങ്ങി അവര് മാറിയോ? ഇത് ഇവള് കളഞ്ഞിട്ട് പോയി അയാള് പിന്നെയും ചെന്ന്. ഇവള് കോഴിക്കോട്ടായിരുന്നപ്പോഴും ചെന്നു. ഈ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവ് ഓടിയ വീടെന്ന് പറഞ്ഞത് ഈ സ്ത്രീയുടെ വീട്. ഈ സ്ത്രീ അവരുടെ കുടുംബ വീട്, അവളെ കുടുംബ വീട്. അവരുടെ ഈ പെണ്ണിന്റെ അമ്മയും കാര്യങ്ങളും അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, ഒരു അപ്പൂപ്പനും ഉണ്ട്. അവർക്കൊന്നും ഇത് പ്രശ്നമല്ല. അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. അല്ല. അങ്ങനെ ഞാൻ പകലവിടെ ചെന്നിട്ട് പറഞ്ഞു, അപ്പൂപ്പ എന്റെ ഭർത്താവാണ്, എനിക്ക് 2 മക്കളുണ്ട്, ഞങ്ങൾ എന്തൊരു വേണം കുഞ്ഞെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇവൻ മുക്കത്ത് മണ്ണി നോക്കാൻ പോകുമായിരുന്നു. അങ്ങനെ പോയി ഒരു പെണ്ണുമായിട്ട് അടുപ്പമായി. അവളെ ഭർത്താവിന്റെ പേര് ശശിധരൻ. അതിനൊരു കൊച്ചു കൊണ്ടെന്ന് പറയും. അവന് സ്ഥിരമായിട്ട് 3-4 വർഷം കൊണ്ട് അവളെ കൂടെ തന്നെ. 17 പവനും 25,000 രൂപ 20,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ പെണ്ണില്ല, നിങ്ങളെ നാട്ടിൽ പോയി. എന്നിട്ട് അവൾ ഇവിടെ തറപറ്റ നിന്ന് 25,000 രൂപയും മേടിച്ച് കല്യാണം നടത്തി. ഞാൻ 3 വട്ടം പറഞ്ഞു ഇവിടെ പെണ്ണില്ലെന്ന്. ഇവിടെ ഇരുത്തി തന്നെ പറഞ്ഞത്. അപ്പം അമ്മ പറഞ്ഞു ഇവിടെ പെണ്ണില്ല എന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ വരുമ്പോഴത്തേക്ക് അമ്മാവിമാരെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു എൻ്റെ അമ്മാവി. അപ്പോഴമ്മ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ പെണ്ണില്ല, പോവാൻ പറഞ്ഞു. 2-3 വട്ടം കയറി ഇറങ്ങി. അപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഒരു അളിയനാണ് ഇവരച്ഛൻ. ഇവരച്ഛൻ കുവൈറ്റ് പോയിട്ട് യുദ്ധസമയത്ത് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വയ്യാതെ കിടക്കുന്ന സമയമാണ്. അപ്പോഴും ഞങ്ങൾ അച്ഛൻ പേർഷ്യയിലൊക്കെയാണ്. അച്ഛൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇവനെ പേർഷ്യയെ കൊണ്ടുപോകാൻ അവൻ്റെ കുടുംബം രക്ഷപ്പെടുത്തും. അപ്പം നമ്മൾ മൂലം ഒരു കുടുംബം രക്ഷപ്പെടുമല്ലേ, ഇത് മതിയെന്നും പറഞ്ഞ് അച്ഛന്. പക്ഷെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ കല്യാണമാണ്. പക്ഷെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഭർത്താവ് കൊള്ളൂലെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാർ കളയാൻ പറഞ്ഞപ്പോൾ ഞാൻ കളഞ്ഞില്ല. അതിന്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്. നമ്മളെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്നുണ്ട് വേണം. രാത്രികാലം ആകുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ എവിടെയാ പോയാലും ഞാൻ ചോദ്യം ചെയ്യും. എനിക്കിത് അറിയാവുന്നുണ്ട്. അത് ഞാൻ ഉത്സവം കാണാൻ പോവാന്ന്. എന്നിട്ട് നേരം വെളുക്കുമ്പം കുളിച്ചൊരുങ്ങി പൊട്ടും തൊട്ടാ വരുന്നത്. ഞങ്ങൾക്ക് ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവ് ഞാൻ കേസ് കൊടുക്കാൻ ഒരുങ്ങി എല്ലാം റെഡിയാക്കി ഇവിടെ പേട്ടയിലുള്ള അഡ്വക്കേറ്റ് പ്രശാന്ത് സാറിൻ്റെ അടുത്ത് വന്ന് എല്ലാം കൊടുത്ത്. അപ്പോഴത്തേക്ക് ഇദ്ദേഹം വീട്ടിൽ വന്ന് കാല് പിടിച്ച് കരഞ്ഞ്, ഞാൻ ഇനി അങ്ങനെ ഒരു ബന്ധത്തിൽ പോകത്തില്ല രഞ്ജി, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമുക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കാം, നിന്റെ വീട്ടിൽ ജീവിക്കില്ല, നമുക്ക് അവിടെ വീടുണ്ടല്ലോ അവിടെ വന്ന് ജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. എന്തിന് സമയദോഷത്തിൽ വന്നതായിരിക്കും, നീ പോയെന്ന് പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞ ചേച്ചി ഇതുപോലൊരു ദുഃഖം അനുഭവിക്കുന്ന ചേച്ചിയാ. എൻ്റെ ജീവിതം ഒരിക്കലും ഒരാൾക്ക് വന്നുകൂടെന്നും പറഞ്ഞ് ചേച്ചി എന്നെ പറഞ്ഞ് വിട്ടു. ഞങ്ങൾ പോയി. ഈ പ്രശ്നം ഇവിടെ കൊടുത്തതിന് ശേഷം അവരെല്ലാം അറിയുന്ന ഞാൻ ഇത്രത്തോളം അവിടെ കഷ്ടപ്പെട്ടെന്ന്.